പുരിയിലെ രഥയാത്രയിൽ തിക്കിലും തിരക്കിലും പെട്ട നിരവധി പേർക്ക് പരുക്ക്. 500-ലേറെ പേർക്ക് പരുക്കേറ്റതായി വിവരം. പലരുടെയും നില ഗുരുതരമാണെന്ന് റിപ്പോർട്ടുണ്ട്. ആർ അച്യുതനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. അച്യുതൻ, 500-ലേറെ പേർക്ക് പരിക്കേൽക്കുക എന്ന് പറയുന്നത് ഒരു അസാധാരണ സംഭവം തന്നെയാണ്. തിക്കിലും തിരക്കിലും പെട്ട് ഇത്രയധികം പേർക്ക് പരുക്കേൽക്കാൻ ഇടയായ സാഹചര്യം എങ്ങനെയായിരുന്നു? നിലവിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില എങ്ങനെ? പ്രവിത, ഈ പുരിയിലെ രഥയാത്രയ്ക്കിടെയാണ് ഒരു അപകടം ഉണ്ടായതായുള്ള വിവരം അവിടുത്തെ പ്രാദേശിക റിപ്പോർട്ടുകൾ നമുക്കിപ്പോൾ ലഭ്യമാകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ 500-ലേറെ പേർക്ക് പരിക്കേറ്റതായാണ് ലഭിച്ചിരിക്കുന്ന വിവരം. 500-ലേറെ പേർക്ക് പരിക്കേറ്റതായാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതിൽ പലരുടെയും നില ഗുരുതരമാണ് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ അപകടത്തിന്റെ കാരണം എന്താണ് എന്നതിൽ ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നു. പലരും ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന അഭിപ്രായങ്ങൾ എന്നുള്ളത്, ഈ രഥം വലിക്കുന്നതിനിടയിൽ ജനക്കൂട്ടം കൂടുതലായി ഇവിടേക്ക് എത്തുകയും ജനങ്ങൾ കൂടുതലായി ഇതിനടുത്തേക്ക് എത്തുകയും അതാണ് ഇത്തരമൊരു അപകടത്തിലേക്ക് എത്തിയത് എന്ന് ചില വിവരങ്ങളുണ്ട്. മറ്റു ചിലർ പങ്കുവയ്ക്കുന്നത് ഈ സഹിക്കാൻ കഴിയാത്ത ചൂട് മൂലം പലർക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു എന്ന് പലരും പങ്കുവയ്ക്കുന്നുണ്ട്. എന്താണ് ഈ അപകടത്തിന് പിന്നിൽ എന്നത് ഇപ്പോഴും വ്യക്തമല്ല. മറിച്ച് 500-ലധികം പേർക്ക് പരിക്കേറ്റതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്പം മുൻപ് ഒഡീഷ മന്ത്രി പറഞ്ഞത് ചിലർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു, അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്, അതിനടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നതാണ്. പക്ഷേ അപ്പോഴും എന്താണ് കൃത്യമായി ഇതിന് പിന്നിലെ കാരണം എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടില്ല എന്നതാണ്. നിലവിൽ ഈ വാർത്താ ഏജൻസികൾ പങ്കുവയ്ക്കുന്ന ദൃശ്യങ്ങളിൽ ആംബുലൻസുകൾ ഇവിടേക്ക് എത്തുകയും ഈ പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുന്നതും അതിൽ നിന്ന് വ്യക്തമാണ്. ഏതാണ്ട് 10,000-ഓളം വരുന്ന സായുധ സേന ഇവിടെ വിന്യസിച്ചിരുന്നു. അതായത് ഈ ആൾക്കൂട്ടം നിയന്ത്രിക്കുന്നതിനൊക്കെ ആയിട്ടാണ് ഈ 10,000-ഓളം വരുന്ന സായുധ സേനയെ വിന്യസിച്ചിരുന്നത്. പക്ഷേ അതിനിടയിലും സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നിട്ട് കൂടിയും ഇത്തരമൊരു അപകടം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഇതിനെ ഏറെ പ്രാധാന്യത്തോടുകൂടി ഈ വിഷയത്തെ കാണേണ്ടി വരുന്നത്. അച്യുതൻ, ഇതിൽ ലക്ഷക്കണക്കിന് പേരെത്തുന്ന ഒരു ചടങ്ങാണിത്. ഇത് എല്ലാ വർഷവും നടത്തുന്നതുമാണ്. കേന്ദ്ര സായുധ പോലീസ് സേനയുൾപ്പെടെ നിരവധി പേർ അവിടെ ഉണ്ടായിരുന്നു. 10,000-ഓളം ഉദ്യോഗസ്ഥരാണ് നഗരത്തിലുണ്ടായിരുന്നതാണ് മനസ്സിലാക്കുന്നത്. എന്നിട്ടും ഈ തിരക്ക് വളരെയധികം വർദ്ധിക്കുകയായിരുന്നു. ഈ ക്ഷേത്രം ഭാരവാഹികൾ വിചാരിച്ചതിലും കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുകയാണോ? അതാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. പ്രവിധ അത് തന്നെയാണ്. അതായത് ഈ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നെങ്കിലും അതിനെ മറികടന്നുകൊണ്ട് ജനക്കൂട്ടം ഈ രഥം വലിക്കുന്നതിലേക്ക് പാഞ്ഞെടുക്കുകയും അത് ഒരു അപകടത്തിലേക്ക് എത്തി എന്നതാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ ചിലർ പറയുന്നത് ഈ സഹിക്കാൻ കഴിയാത്ത ചൂട്, അന്തരീക്ഷ താപനില മൂലം പലർക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു എന്നതാണ്. കൃത്യമായ കണക്ക് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. 500-ലധികം പേർക്ക് പരിക്കേറ്റതായി അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ 8 പേരുടെ നില ഗുരുതരമെന്നും പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും കൃത്യമായ കണക്ക് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത്, രഥയാത്രക്കിടയിൽ എന്താണ് സംഭവിച്ചത് എന്നെ സംബന്ധിച്ച് ഒഡീഷ സർക്കാരോ ഇതുവരെയും ഒരു വിശദീകരണം നടത്തിയിട്ടില്ല. ഒഡീഷ മന്ത്രി പറഞ്ഞത് ചില ആളുകൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയുമാണ് ചെയ്തത്. പക്ഷേ രഥയാത്രക്കിടയിൽ എന്താണ് സംഭവിച്ചത്, ഒരു തിക്കിലും തിരക്കിലും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായോ എന്ന് സംബന്ധിച്ച് ഒരു വിശദീകരണവും ഉണ്ടായിട്ടില്ല എന്നതാണ്. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അപ്പോഴും ആശങ്കപ്പെടുത്തുന്നത് ഈ 500-ലധികം പേർക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതാണ് ഇതിൽ ആശങ്കപ്പെടുത്തുന്നത്. പ്രവിധ, ശരി. പുരിയിലെ രഥയാത്രയിൽ തിക്കിലും തിരക്കിലും പെട്ട നിരവധി പേർക്ക് പരുക്കേറ്റു. 500-ലേറെ പേർക്ക് പരുക്കേറ്റതായാണ് വിവരം. പലരുടെയും നില ഗുരുതരമാണെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. 10,000-ലേറെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഇവിടെ വിന്യസിച്ചിരുന്നു. എങ്കിലും കൂടുതൽ ആളുകൾ ഈ രഥോത്സവവുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നതാണ് ഇത്ര വലിയൊരു അപകടമുണ്ടാവാൻ കാരണമെന്നാണ് ആർ അച്യുതൻ നൽകുന്ന വിവരം.